തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ഇന്ന് അക്ഷരാർത്ഥത്തിൽ സൂപ്പർ മോർണിംഗ് ആയിരുന്നു. നേരം വെളുക്കും മുൻപേ മൊബൈൽ ഫോണുകളിൽ വന്നത് അപ്രതീക്ഷിത സന്ദേശം. സംസ്ഥാനത്തെ 1,31,00,000 കുടുംബനാഥകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 5,000 രൂപ വീതം വരവ് വച്ചിരിക്കുന്നു. അക്കൗണ്ടുകൾ പോലും തുറക്കും മുൻപേ എത്തിയ ഈ തുക ആരുടേതെന്ന സംശയത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ രംഗത്തെത്തി. സന്നദ്ധമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ദ്രാവിഡ മുന്നേറ്റ കഴകം നടത്തിയ അതീവ തന്ത്രപരമായ നീക്കമാണിത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമെന്നും അത് കാരണം കലൈഞ്ചർ മകളിർ ഉരിമൈ പദ്ധതി പ്രകാരമുള്ള പ്രതിമാസ ധനസഹായം തടസ്സപ്പെടുത്താൻ ചിലർ കോടതിയെ സമീപിച്ചേക്കാമെന്നുമുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് സർക്കാരിന്റെ ഈ മിന്നൽ നീക്കം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ ഗഡുവായ 3,000 രൂപയും വേനൽക്കാല ചിലവുകൾക്കുള്ള പ്രത്യേക സഹായമായി 2,000 രൂപയും ചേർത്ത് മൊത്തം 5,000 രൂപയാണ് ഒറ്റയടിക്ക് സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചിട്ടും പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സ്റ്റാലിന്റെ പ്രഖ്യാപനം. മാത്രമല്ല, വീണ്ടും DMK അധികാരത്തിലെത്തിയാൽ നിലവിൽ നൽകുന്ന 1,000 രൂപ 2,000 വർദ്ധിപ്പിക്കുമെന്നുമുള്ള വമ്പൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും സ്റ്റാലിൻ മുന്നോട്ട് വെച്ചു. അധികമായി നൽകുന്ന 2,000 രൂപ വഴി സർക്കാരിന് 2,620 കോടി രൂപയുടെ ബാധ്യത ഉണ്ടാകുമെങ്കിലും ബജറ്റിന്റെ 1% താഴെ മാത്രമേ ഇത് വരൂ എന്നാണ് സർക്കാർ വിശദീകരണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്റ്റാലിൻ നടത്തിയ ഈ നീക്കം പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.